വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വഴി തുറക്കുന്നു. ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 7 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ PS സുപാൽ MLA സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തുക അനുവദിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം തുടർ നടപടി ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ PS സുപാൽ MLA സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 7 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. തുക അനുവദിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. തസ്തിക സൃഷ്ടിച്ച് 3 വർഷം പിന്നിട്ടിട്ടും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. പലതവണ ഹൃദ്രോഗ വിദഗ്ധനെ നിയമിച്ചെങ്കിലും ആരും ചുമതല ഏറ്റതുമില്ല. കാത്ത് ലാബ് സജ്ജമാക്കാത്തതിനാലാണ് ഡോക്ടർമാർ ചുമതലയേൽക്കാൻ തയ്യാറാകാതിരുന്നത്. 2025 മാർച്ചിൽ ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി യോഗ്യതയുള്ള ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടറെ പുനലൂരിലേക്ക് നിയമിച്ചെങ്കിലും ഇദ്ദേഹവും എത്തിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് കാത്ത് ലാബിന് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. സംസ്ഥാനത്തു തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ച ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത്. 2022 ഇവിടെ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും ഡോക്ടറെ നിയമിക്കാൻ ആരോഗ്യവകുപ്പിന് ആയില്ല. 2 വർഷം മുമ്പ് ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ നേരിട്ട് ഉറപ്പു നൽകിയിട്ടും ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്ത് ലാബ് കൂടി സജ്ജമാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ലാബിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തുകയും അനുവദിച്ചു. എന്നാൽ കാത്ത് ലാബിനായി ഒരു പ്രവർത്തനവും നടന്നില്ല. 2016 മുതലുള്ള ആവശ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. 3 വർഷത്തിനു ശേഷവും തസ്തിക കൊണ്ട് പ്രയോജനമുണ്ടായില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ഹൃദ്രോഗികൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.